ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ജൂൺ 25 വ്യാഴാഴ്ച തമിഴിലും മലയാളത്തിലുമായി തേയിലെത്തിയ സിനിമയാണ് അനന്തൻ കാട്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആര്യ, ഇന്ദ്രൻസ്, മുരളി ഗോപി, വിജയരാഘവൻ, തെലുങ്ക് താരം സുനിൽ, റെജീന കസാൻഡ്ര, നിഖില വിമൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മലയാളത്തെ അപേക്ഷിച്ച് തമിഴിലാണ് ഈ സിനിമയ്ക്ക് കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. ഇന്നലെ തമിഴ്നാട്ടിൽ 42 ലക്ഷം കളക്ട് ചെയ്തപ്പോൾ കേരളത്തിൽ കളക്ട് ചെയ്തത് 39,50,000 രൂപയായിരുന്നു. കർണാടകയിൽ 2 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 15,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഡേ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 83,65,000 രൂപയാണ്. ഇതിൽ 41,40,000 രൂപ തമിഴ് പതിപ്പിൽ നിന്നും 42,25,000 രൂപ മലയാളം പതിപ്പിൽ നിന്നുമാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 1,03,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ജൂൺ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് ഓപ്പറ എന്നെടുത്ത മലയാള സിനിമയാണ് ബാലൻ. ചിദംബരം സംവിധാനം ചെയ്ത് പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ആദിശേഷൻ, സിനാൻ, ഫർസാന പാലത്തിങ്കൽ, ടോവിനോ തോമസ്, ഗിരീഷ് ഷെഡി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ബുധനാഴ്ച വരെയുള്ള 6 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്യുന്നത് 8,98,00,000 രൂപയായിരുന്നു. ഇന്ത്യൻ ഗ്രോസായി കളക്ട് ചെയ്യുന്നത് 11,43,00,000 രൂപയുമായിരുന്നു. 6 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരുന്നത് 19,71,00,000 രൂപയായിരുന്നു. 7-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ 94 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ഒരാഴ്ച പിന്നിടുമ്പോൾ കേരളത്തിൽ 9,92,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ 7 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 21 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. തേജ സജ്ജ ടൈറ്റിൽ റോളിൽ അഭിനയിച്ച ഹനുമാൻ എന്ന സിനിമ റിലീസായി ഇന്നലെ തിയേറ്ററിലെത്തിയിരുന്നു. 4K റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആന്ധ്രയിൽ 10,75,000 രൂപയും തെലങ്കാനയിൽ 6,25,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഈ സിനിമ 13,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 17,13,000 രൂപയാണ്. അല്ലു അർജുൻ നായകനായി കരുണാകരൻ സംവിധാനം ചെയ്ത് 2006 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ തെലുങ്ക് സിനിമയാണ് ഹാപ്പി ബി ഹാപ്പി. ചിത്രം 4K റീമാസ്റ്റർ ചെയ്ത് കേരളത്തിൽ റിലീസ് ചെയ്തിരുന്നു. 14 ദിവസം കൊണ്ട് കേരളത്തിൽ 1,59,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. തളപതി വിജയ്, മോഹൻലാൽ എന്നിവർ അഭിനയിച്ച ജില്ല എന്ന തമിഴ് സിനിമ 4K റീമാസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ആഴ്ച റിലീസായി തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമ ആദ്യ 7 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 56 ലക്ഷം രൂപയും കർണാടകയിൽ 8,50,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 64,50,000 രൂപയാണ്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയറായി 28,17,000 രൂപ കിട്ടിയിട്ടുണ്ട്. വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഹോളിവുഡ് സിനിമയാണ് ഒബ്സഷൻ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 4,32,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 28 ദിവസം കൊണ്ട് 4,92,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസായി 95 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 3,250 കോടി രൂപയുമാണ്. ബാക്ക് റൂംസ് എന്ന ഹോളിവുഡ് സിനിമ കേരളത്തിൽ ആദ്യ 14 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 24,50,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി സിനിമ 14 ദിവസം കൊണ്ട് 6,17,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് $273 മില്യൺ ആണ്. ഫ്യൂരിയസ് എന്ന ഹോളിവുഡ് സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 6,50,000 രൂപയാണ്. 7 ദിവസം കൊണ്ട് കേരളത്തിൽ 35 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി സിനിമ 7 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് $1,26,00,000 രൂപയാണ്. $20 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ ലോകമെമ്പാടുമായി $31 മില്യൺ കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.